ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീലുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. നമ്മളൊക്കെ സൗന്ദര്യ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷേ പലരും മുഖം മാത്രം സൂക്ഷിക്കും, കഴുത്തിന് യാതൊരു പ്രാധാന്യവും നൽകില്ല. അത് കാരണം നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് അതിൻ്റെ ദോഷം മനസ്സിലാവുന്നത്. കാരണം നമ്മളെ കാണുന്നവർക്ക് നമ്മുടെ മുഖം നന്നായിട്ട് വെളുത്തിരിക്കും, കഴുത്ത് കളറ് മാറിയിരിക്കും, രണ്ടും രണ്ട് കളറായിട്ടിരിക്കും. അങ്ങനെ കാണുന്നത് കാണാൻ ഒരു രസവും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കഴുത്തിനെയും നന്നായി സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സൂര്യപ്രകാശത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ മുഖത്ത് സൺസ്ക്രീൻ ലോഷൻ ഇടാറുണ്ട്. അത് മുഖത്തിടുന്നത് പോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അതായത് നമ്മുടെ കഴുത്തിലെ സ്കിന്നിൽ, അതായത് ചർമ്മത്തിൽ കറുത്ത പാടുകളും കരിവാളിപ്പും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതില്ലാതാക്കാൻ നമുക്ക് കഴുത്തിൽ മാത്രമല്ല, എവിടെയൊക്കെ സൂര്യപ്രകാശം ഏൽക്കാൻ ചാൻസ് ഉണ്ടോ അവിടെയെല്ലാം സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കാൻ മറക്കരുത്. അതുകൊണ്ട് കഴുത്തിൻ്റെ ചുളിവുകൾ, അതുപോലെ കറുപ്പ് ഒക്കെ മാറാനും കഴുത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താനുമാണ് ഇന്നത്തെ ടിപ്സ്. ഈ ടിപ്സ് എല്ലാം ഡെയിലി അല്ലെങ്കിൽ ഒന്നിടവിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മുഖത്ത് എന്തൊക്കെ ചെയ്യുന്നു, അതായത് ഫേസ് പാക്കുകൾ ഇടുന്നുണ്ട്, സ്ക്രബുകൾ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമ്മുടെ കഴുത്തിനും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മുഖത്തിനുള്ള എന്ത് ടിപ്സ് ഇട്ടാലും അത് കഴുത്തിലും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഇടുന്ന ടിപ്സ് നിങ്ങൾക്ക് പല ടിപ്സ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാം കൂടി ഒരു ദിവസം ചെയ്യണ്ട, നിങ്ങൾക്ക് സ്യൂട്ടെന്ന് തോന്നുന്നത് ചെയ്യാം. പല ദിവസങ്ങളിലായി മാറി മാറി ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം, പ്രശ്നമില്ല. ഇനി ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കഴുത്തിലിടാൻ എത്രയാണോ ആവശ്യം അതനുസരിച്ച് എടുക്കാം. ആദ്യത്തേത് കുറച്ച് ഓട്സ് എടുത്ത് പൊടിക്കുക. ഇനി ഈ ഓട്സ് പൊടി തക്കാളി നീര് ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് ആക്കുക. ഈ പേസ്റ്റ് കഴുത്തിൽ പുരട്ടി ഒന്ന് സ്ക്രബ് ചെയ്യുക. 10 മിനിറ്റിന് ശേഷം വീണ്ടും നമ്മുടെ വിരലിൽ അല്പം വെള്ളം നനച്ച് പതുക്കെ വീണ്ടും സ്ക്രബ് ചെയ്യുക. ഒത്തിരി ശക്തിയോടെ സ്ക്രബ് ചെയ്യരുത്. കഴുത്തിൽ നമ്മൾ വളരെ ശക്തി കുറച്ച് മാത്രമേ സ്ക്രബ് ചെയ്യാവൂ. അങ്ങനെ ചെറുതായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് സാദാ വെള്ളത്തിൽ കഴുകിക്കളയാം. അടുത്തത് 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത മിശ്രിതം കുറച്ച് പഞ്ഞി എടുത്തിട്ട് അത് നമ്മുടെ കഴുത്തിൽ തേച്ച് പിടിപ്പിക്കുക. 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പഞ്ഞി തന്നെ ഈ മിശ്രിതത്തിൽ മുക്കി വീണ്ടും നമ്മുടെ കഴുത്ത് മസാജ് ചെയ്യുക. നമ്മുടെ ചർമ്മത്തിലെ പ്രത്യേകിച്ച് കഴുത്തിലെ കറുപ്പ് മാറാൻ ഏറ്റവും നല്ലൊരു സ്ക്രബാണിത്. അടുത്തത് കുറച്ച് പഴം എടുത്തിട്ട്, അത് ഏത് പഴവുമാവാം, ഇന്ന പഴം എന്നില്ല, ഏത് പഴവും അത് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അതിൽ ലേശം ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് ആക്കണം. ഈ പേസ്റ്റ് നമ്മുടെ കഴുത്തിൽ പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. കഴുത്തിലെ കറുപ്പ് മാറി സ്കിൻ നല്ല സോഫ്റ്റ് ആവാൻ നല്ലൊരു ടിപ്പാണിത്. 1 ടീസ്പൂൺ പാൽപ്പാട, കുറച്ച് നാരങ്ങാ നീര്, കുറച്ച് വെള്ളരിക്ക നീര്, അതായത് സാലഡ് വെള്ളരി, അതിൻ്റെ നീര്, കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും മിശ്രിതമാക്കി കഴുത്തിൽ തേക്കുക. ഇത് പഞ്ചസാര ഒത്തിരി അങ്ങ് അലിഞ്ഞു പോകണ്ട. എന്നിട്ട് ചെറുതായിട്ടിത് തേച്ച് പിടിപ്പിക്കുക, സ്ക്രബ് ചെയ്യുക. അതിനുശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് സാദാ വെള്ളം ഉപയോഗിച്ച് കഴുകാം. ഈ 20 മിനിറ്റും സ്ക്രബ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. അത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 4-5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് അങ്ങനെ വെച്ചേക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് സാദാ വെള്ളത്തിൽ കഴുകിക്കളയാം. ചെറുപയർ പൊടിച്ചത് നമ്മുടെയൊക്കെ വീട്ടിൽ കാണും. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു, മുഖം കഴുകാൻ സോപ്പിന് പകരം നമുക്ക് ഇത് ഉപയോഗിക്കാമെന്ന്. ഈ പയറുപൊടിയിൽ ലേശം നാരങ്ങാനീര് ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കണം. എന്നിട്ട് കഴുത്തിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് കുറച്ച് നേരം മസാജ് ചെയ്യുക. ഒരിക്കലും മുകളിൽ നിന്നും താഴോട്ട് മസാജ് ചെയ്യരുത്, താഴെ നിന്നും മുകളിലോട്ടേ മസാജ് ചെയ്യാവൂ. അത് കുറച്ച് നേരം മസാജ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ വെച്ചേക്കാം. അതിനുശേഷം കഴുകിക്കളയാം. കുറച്ച് തൈരിൽ 1 ടീസ്പൂൺ ബദാം ഓയിൽ ചേർത്ത് അത് ഈ മിശ്രിതം കഴുത്തിൽ പുരട്ടുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. ചുളിവുകൾ മാറാനും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആകാനും നല്ലൊരു ടിപ്പാണിത്. ഉലുവാപ്പൊടി ഇത് കുറച്ചെടുത്ത് തൈരിൽ ചേർത്ത് നല്ല കുഴമ്പ് പരുവത്തിലാക്കുക. ഇതും കഴുത്തിൽ പുരട്ടി 20 മിനിറ്റിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ ഞാൻ കുറേ ടിപ്സുകൾ പറഞ്ഞു. നിങ്ങൾക്കിതിൽ ഏതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ
അത് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതല്ല ഓരോ ദിവസം മാറി മാറി വേറെ ട്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ആകാം, ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മുടെ പ്രകൃതിദത്തമായ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലുള്ളത്, കെമിക്കൽ ചേർന്നിട്ടുള്ളത് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.